ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാര ക്രിയകളുടെയും പകപോക്കലിന്റെയും കഥ പറയുന്ന മഹാമാന്ത്രികം എന്ന നോവൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിരവധി വായനക്കാരെ നേടിയെടുത്ത മഹാമാന്ത്രികം എന്ന നോവലിന്റെ രചയിതാവിനെ കുറിച്ചറിഞ്ഞാൽ ആരും ഒന്ന് ഞെട്ടും. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷാണ് ഈ നോവലിസ്റ്റ്. ഇനിയും ചുരുളഴിയാത്ത ഇരട്ടക്കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥ സംഭവങ്ങളുമായി കൂട്ടി വായിക്കാവുന്നതാണ് ഇയാളുടെ കൃതികൾ. നിതീഷിന്റെ ജീവിതം പോലെ തന്നെ നോവലും അതിലെ കഥാപാത്രങ്ങളുമെല്ലാം ദുരൂഹതകൾ നിറഞ്ഞതാണ്. ദുരൂഹതകളേറെയുണ്ട് കട്ടപ്പന ഇരട്ടക്കൊലക്കേസിൽ. സിനിമാ കഥകളെ വെല്ലുന്ന സംഭവങ്ങൾ. ദൃശ്യം സിനിമയിലെ പോലെ മൃതദേഹം കുഴിച്ചിടുകയും പിന്നീട് മാറ്റുകയും ചെയ്തതടക്കമുള്ള സംഭവങ്ങൾ. ദൃശ്യം 2ാം ഭാഗത്തിലെ പ്രമേയത്തിലേതിന് സമാനമായി നിതീഷ് ഒരു നോവലും എഴുതിയിട്ടുണ്ടെന്നത് പോലീസിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ഓൺലൈൻ എഴുത്തുകൂട്ടായ്മയായ പ്രതിലിപിയിലാണ് 2018 മഹാമാന്ത്രികം എന്ന പേരിൽ നിതീഷ് PR-ന്റെ നോവൽ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചത്. 6 അധ്യായങ്ങൾ മാത്രം പ്രസിദ്ധീകരിച്ച നോവൽ പൂർത്തീകരിച്ചിട്ടില്ല. നോവലിന്റെ തുടക്കം മുതൽ നിർത്തുന്നിടം വരെ അടിമുടി ദുർമന്ത്രവാദവും ആഭിചാര ക്രിയകളും പകപോക്കലുമാണ് വിവരിക്കുന്നത്. നിഷ്കളങ്കയായ പെൺകുട്ടിയെ കളങ്കിതയാക്കിയതിനെ തുടർന്ന് ബുദ്ധിഭ്രമം ബാധിക്കുന്നതും പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ദുർമന്ത്രവാദിയും അയാൾക്കെതിരെ പ്രവർത്തിച്ച് പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു മന്ത്രവാദിയുമാണ് നോവലിന്റെ ഇതിവൃത്തം. മന്ത്രവാദത്തിലൂടെ ചുടലരക്ഷസിനെ വിളിച്ചു വരുത്തുന്നതും താന്ത്രിക വിദ്യകളുമെല്ലാം നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നു. 1,00,000-ഓളം ആളുകളാണ് തുടർ നോവൽ ഇതുവരെ വായിച്ചിട്ടുള്ളത്. നിതീഷിന്റെ അക്കൗണ്ടിന് 2200-ഓളം ഫോളോവേഴ്സ് ഉണ്ട്. എഴുത്തുകാരനെ അഭിനന്ദിച്ചും ബാക്കി കഥ എഴുതാൻ ആവശ്യപ്പെട്ടും കഥാകൃത്തിനെ നേരിട്ട് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചും നിരവധി കമന്റുകളുണ്ട്. നോവൽ എഴുതിയെന്നത് മാത്രമല്ല, ദൃശ്യം സിനിമയിലെ പോലെ നിരവധി സാദൃശ്യങ്ങൾ ഈ കേസിലുണ്ട്. വിജയനെ കൊലപ്പെടുത്തി വീട്ടിൽ കുഴിച്ചിടുകയായിരുന്നു. 2016-ൽ കൊലപ്പെടുത്തി കുഴിച്ചിട്ട നവജാത ശിശുവിന്റെ മൃതദേഹം പിന്നീട് ഇവിടെ നിന്നും എടുത്ത് കത്തിച്ചെന്നും ജലാശയത്തിൽ ഒഴുക്കിയെന്നും പ്രതി മൊഴി മാറ്റിയിരുന്നു. മോഷണക്കേസിൽ കൂട്ടുപ്രതി അറസ്റ്റിലായപ്പോൾ താൻ കൊച്ചിയിലാണെന്ന് വിശ്വസിപ്പിക്കാൻ നിതീഷ് ബസ് ടിക്കറ്റും പോലീസിനെ കാണിച്ചു. മഹാമാന്ത്രികം കൂടാതെ 2 നോവലുകൾ കൂടി നിതീഷ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവയും പൂർത്തീകരിച്ചിട്ടില്ല. എഴുതി അവസാനിപ്പിക്കാത്ത നോവലുകൾ ബാക്കിയാക്കി മറ്റൊരു മുഖവുമായി കഴിയുമ്പോഴാണ് മണ്ണോട് ചേർന്നെന്ന് കരുതിയിരുന്ന ക്രൂര കുറ്റകൃത്യങ്ങൾ ഒരു മോഷണത്തിലൂടെ പുറം ലോകമറിഞ്ഞത്. ന്യൂസ് 18 ഇടുക്കി.